കേരളത്തിന്റെ മൈൻഡ് സെറ്റ് അഴിമതിക്ക് അനുകൂലമാണ്. അല്ല, അത് വേറെ പ്രശ്നം. അഴിമതിക്ക് അനുകൂലമാണോ മൈൻഡ് സെറ്റ്? അഴിമതിക്ക് അനുകൂലമൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അതിനെതിരാണ് 100%. എന്നാൽ അഴിമതിക്കാരായ ആളുകൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. പിണറായി വിജയൻ നല്ല ആളാണെന്നല്ലേ പാർട്ടിന് മുന്നിൽ എല്ലാവരും പറഞ്ഞു. അതിന് വേറെ ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇത്ര അഴിമതിക്കാരൻ ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ പോലെയുള്ള കോൺഗ്രസ്സുകാരൻ വരുന്ന അഴിമതി നടത്താനാണ് എല്ലാവർക്കും അറിയാം, നടത്താനാണ്. കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യും. അല്ല, അത് കാരണം വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം മതമാണ്. എന്റെ ചോദ്യം, കേരളത്തിൽ BJP വളരാത്തത് മറ്റെല്ലാ സ്റ്റേറ്റിലും അനുകൂല സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും അവിടെ BJP വളരുന്നു. ഇവിടെ BJPക്ക് കൃത്യമായിട്ട് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം അഴിമതി സംഘടിതമായിരിക്കുന്ന മതവിഭാഗങ്ങളുടെ ജാതി വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളുടെ ജീവവായു. അതാണ് അവിടെ സ്വാഭാവികമായിട്ട് സ്പേസ് കുറയുന്നുണ്ട് BJPക്ക്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒന്നും ഈ കേസിൽ തൊടാത്തത്. കാരണം കേരളത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം പിണറായി വിജയന്റെ കൂടെയാണ്. അല്ല, ഉദ്യോഗസ്ഥ വൃന്ദം അല്ലല്ലോ കേന്ദ്ര, ആര് തെറ്റിയതാലും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ല, കേന്ദ്ര കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ BJPയുടെ ഭരണം വന്നിട്ട് 10 കൊല്ലമായത്. ആ 10 കൊല്ലത്തിന് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ അഴിമതി സാമാന്യം. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തർപ്രദേശിൽ ജാതി എഴുതണ്ട പരാതി കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ എഴുതണമല്ലോ. കേരളത്തിൽ എഴുതണം.